नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 77. ദന്തവക്രൻ, വിദൂരഥൻ, രോമഹർഷണൻ എന്നിവരുടെ വധം. പേജ് നമ്പർ 754. വേദങ്ങളെല്ലാം പഠിച്ചിട്ടും ധാർമ്മികതയുടെ ശ്രേഷ്ഠതമമായ തത്വം ഗ്രഹിക്കാൻ രോമഹർഷണസൂതനു കഴിഞ്ഞിട്ടില്ലെന്നു ഭഗവാൻ ബലരാമനു മനസ്സിലായപ്പോൾ അവൻ്റെ നിലപാടിനോടു യോജിക്കാൻ അദ്ദേഹത്തിനു സാധ്യമായില്ല. പരിപൂർണ ബ്രാഹ്മണനാകാൻ രോമഹർഷണസൂതന് ഒരവസരം ലഭിച്ചതായിരുന്നു. എന്നാൽ പരമപുരുഷനുമായുള്ള ബന്ധത്തിലെ അവൻ്റെ ദുഷിച്ച പെരുമാറ്റം മൂലം അയാളുടെ നീചജന്മം പെട്ടെന്നോർമ്മയിൽ വന്നു. രോമഹർഷണസൂതന് ബ്രാഹ്മണന്റെ പദവിയാണു നൽകിയിരുന്നത്. എന്നാൽ അയാൾ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിലല്ലായിരുന്നു. അയാൾ ജനിച്ചത് പ്രതിലോമ കുടുംബത്തിലാണ്. വൈദിക സങ്കല്പപ്രകാരം മിശ്ര കുടുംബ പാരമ്പര്യം രണ്ടു വിധത്തിലുണ്ട്: അനുലോമവും പ്രതിലോമവും. പുരുഷന് നീചജാതിയിലെ സ്ത്രീയിൽ ജനിക്കുന്ന സന്തതി അനുലോമം, പുരുഷന് ഉയർന്ന ജാതി സ്ത്രീയിൽ ജനിക്കുന്ന സന്തതി പ്രതിലോമം. രോമഹർഷണസൂതൻ പ്രതിലോമ കുടുംബത്തിൽപ്പെട്ടവനാണ്. കാരണം അവൻ്റെ അമ്മ ബ്രാഹ്മണിയും അച്ഛൻ ക്ഷത്രിയനുമാണ്. രോമഹർഷണന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരം അപൂർണമായിരുന്നതിനാൽ ഭഗവാൻ ബലരാമൻ അവൻ്റെ പ്രതിലോമ പാരമ്പര്യം ഓർമ്മിച്ചുപോയി. ഏതൊരാൾക്കും ബ്രാഹ്മണനായി തീരാൻ ഒരവസരം നൽകാവുന്നതാണെന്നു ചുരുക്കം. എന്നാൽ യഥാർത്ഥ സാക്ഷാത്കാരം നേടാതെ ആ പദവി ദുരുപയോഗം ചെയ്താൽ ബ്രാഹ്മണ പദവിയിലേക്കുള്ള ഉയർച്ചയ്ക്കു വിലയില്ല. രോമഹർഷണസൂതനിൽ സാക്ഷാത്കാരത്തിൻ്റെ കുറവു കണ്ട് അവൻ്റെ അഹങ്കാരത്തിന് അവനെ ശിക്ഷിക്കാൻ ഭഗവാൻ ബലരാമൻ തീരുമാനിച്ചു. അതിനാൽ ബലരാമൻ പറഞ്ഞു: ഈ മനുഷ്യൻ വധശിക്ഷയ്ക്കു വിധിക്കപ്പെടാൻ അർഹനാണ്. കാരണം വാസുദേവന്റെ ശിഷ്യൻ എന്ന നല്ല യോഗ്യതയുണ്ടായിരുന്നിട്ടും ആ സമുന്നത വ്യക്തിയിൽ നിന്നും വേദങ്ങളെല്ലാം അഭ്യസിച്ചിട്ടും പരമപുമാന്റെ സാന്നിധ്യത്തിൽ അയാൾ വിധേയത്വം കാണിച്ചില്ല. ഭഗവദ്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യഥാർത്ഥ ബ്രാഹ്മണനും പണ്ഡിതനുമായ ഒരുവൻ വിനീതനുമായിരിക്കും. രോമഹർഷണസൂതനാകട്ടെ വിദ്യാസമ്പന്നനും ബ്രാഹ്മണനായി തീരാൻ അവസരം ലഭിച്ചവനും ആയിരുന്നിട്ടും
വിനീതനായിരുന്നില്ല. ഭൗതിക നേട്ടങ്ങൾ മൂലം അഹങ്കാരിയായി തീർന്നാൽ ബ്രാഹ്മണനു യോജിച്ച വിനീതമായ പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവില്ലെന്നു ഇതിൽ നിന്നു മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ പാണ്ഡിത്യം സർപ്പഫണത്തെ അലങ്കരിക്കുന്ന അമൂല്യരത്നം പോലെയാണ്. ഫണത്തിൽ അമൂല്യരത്നമുണ്ടെങ്കിലും അത് സർപ്പം തന്നെയാണ്. സാധാരണ സർപ്പത്തെപ്പോലെ ഭീതിയുളവാക്കുന്നതാണ്. ഒരുവൻ സൗമ്യശീലനും വിനയാന്വിതനും ആയിത്തീരുന്നില്ലെങ്കിൽ അവൻ്റെ വേദപുരാണാദി പഠനങ്ങളും ശാസ്ത്രജ്ഞാനവുമൊക്കെ വേദിയിൽ നൃത്തം ചെയ്യുന്ന നാട്യകലാകാരൻ്റെ വേഷം പോലെ നിഷ്പ്രയോജനമാണ്. കേവലം ബാഹ്യമായി പണ്ഡിതന്മാരും ധാർമ്മികരുമായി ഭാവിക്കുകയും ആന്തരികമായി അവിശുദ്ധരുമായ കപട വ്യക്തികളെ ശിക്ഷിക്കാനാണല്ലോ ഞാൻ അവതരിച്ചിരിക്കുന്നത്. കൂടുതൽ പാപവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാൻ നാം അവരെ വധിക്കുന്നതു തികച്ചും യുക്തമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞുമാറുകയാണു ഭഗവാൻ ബലരാമൻ ചെയ്തത്. കാരണം ധർമ്മതത്വങ്ങളുടെ പുനഃസ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യധർമ്മം. ഇതൊക്കെ പരിഗണിച്ച് അദ്ദേഹം രോമഹർഷണസൂതനെ കേവലം പുൽത്തലപ്പു മാത്രമായ കുശത്തുരുമ്പുകൊണ്ട് വധിച്ചു. ഭഗവാൻ ബലരാമന് ഒരു കുശപ്പുല്ല് കൊണ്ട് രോമഹർഷണസൂതനെ വധിക്കാൻ കഴിഞ്ഞതെങ്ങനെയെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം പ്രഭു എന്ന പദപ്രയോഗത്തിലൂടെ അതിനു മറുപടി പറയുന്നു. ഭഗവാന്റെ നില എപ്പോഴും അതീന്ദ്രിയമാണ്. അദ്ദേഹം സർവശക്തനാകയാൽ ഭൗതിക നിയമങ്ങൾക്കും തത്വങ്ങൾക്കും വിധേയനാകാതെ സ്വന്തം ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ അദ്ദേഹത്തിനു കഴിയും. ഇങ്ങനെ കേവലം ഒരു കുശപ്പുല്ലുകൊണ്ട് അദ്ദേഹത്തിനു രോമഹർഷണസൂതനെ വധിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ.